السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ ജോയിൻ ആക്കിയത് അല്ലേ? റെഡി അല്ലേ എല്ലാവരും? ആ, ഇൻഷാല്ല. അപ്പൊ നമ്മളുടെ ടോപ്പിക് എന്താണ്? ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് ദ ഇയർ. ഓക്കെ, അപ്പൊ ഇൻഷാല്ല ലൈക്ക് ആഫ്റ്റർ 2-3 ഡേയ്സ് കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈക്ക് 2-3 അല്ല 4-5 ഡേയ്സ് കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മളുടെ ഈ ഇയറിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് വരാൻ പോകുന്നുണ്ട്. അഫ്ദലുൽ അയ്യാം എന്ന് പറയും, ബെസ്റ്റ് ഡേയ്സ് എന്ന് പറയും. അപ്പൊ ആ ഡേയ്സ് എന്താണ്, എന്തൊക്കെയാണെന്ന് നമുക്കൊക്കെ എല്ലാവർക്കും അറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് നല്ല ആക്റ്റീവായിട്ട് ആ ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇൻഷാല്ല അപ്പൊ ആ ഡേയ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൻഷാല്ല ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം? വി ഹാവ് ടു സേ ഓർ ഷുഡ് വി സേ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞു എപ്പോഴും നമ്മൾ ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് സ്റ്റാർട്ട് ചെയ്താൽ അള്ളാഹുവിന്റെ ബ്ലെസ്സിങ് ഉണ്ടാകും അല്ലെ? അള്ളാഹുവിന്റെ അടുത്ത് ഹെൽപ്പ് കിട്ടും. അള്ളാഹ് വിൽ മേക്ക് ദിസ് ടാസ്ക് ഈസി ഫോർ us. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും എപ്പോഴും ബിസ്മില്ല പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ദുആ കൂടെ മാം പറഞ്ഞുതരാണ്, എല്ലാവരും കൂടെ പറഞ്ഞോളൂ കേട്ടോ. എല്ലാവരും ഇനി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി واحلل عقدة من لساني يفقه قولي. يفقه قولي. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അതാണ് എല്ലാവരും പറഞ്ഞ റബ്ബി സിദ്നി ഇൽമ. ഓക്കെ, അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ നമ്മള് എപ്പോഴും നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തു ബിസ്മില്ല പറഞ്ഞു. ആൻഡ് അള്ളാഹുണ്ട് നമ്മൾക്ക് നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബി സിദ്നി ഇൽമ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി മാം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മളുടെ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. എപ്പോഴും നമ്മള് അള്ളാഹുവിന്റെ വേർഡ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടേ അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോസ്റ്റ്ലി നമ്മൾ ഖുറാൻ റെസിറ്റേഷനോടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇൻഷാല്ല ഖുറാൻ റെസിറ്റേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. സൂറത്തുൽ ഫാത്തിഹയാണ്. മാം റിസൈറ്റ് ആക്കിപ്പിക്കുന്നില്ല, മാം നിങ്ങൾക്ക് ഖുറാൻ റെസിറ്റേഷൻ പ്ലേ ചെയ്യാണ് കേട്ടോ. ക്ലോസ് ചെയ്യട്ടോ. ആമീൻ. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ ഇനി നമ്മളിതിലേക്ക് പോവാണ്. സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ അല്ലേ? എല്ലാവരും റെഡി അല്ലേ സ്ക്രീനിന്? ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും പേപ്പറും പെൻസിലോ അല്ലെങ്കിൽ പെന്നൊക്കെ കയ്യിൽ കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ മാം പറയുമ്പോൾ നോട്ട് ചെയ്യാനൊക്കെ പറ്റും അല്ലേ? ഇൻഷാല്ലാ. അപ്പോ ഇനി നമ്മളിപ്പോ ഈ പറഞ്ഞ ബെസ്റ്റ് ഡേ അല്ലാണ്ട് നിങ്ങളിപ്പം ഒരു ടൂർ പോവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡേ വരാണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഈഗർലി വെയിറ്റ് ചെയ്യല്ലേ? ആ ഡേയ്സ് ഏതൊക്കെയാണ്? നിങ്ങളെല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് നിങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഡേയ്സ് ഏതൊക്കെയാണ്? റമദാൻ ആൻഡ് ഈദ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അതല്ലാണ്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവൂലേ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഡേയ്സ് ഉണ്ടാവില്ലേ? ചിലപ്പോൾ നിങ്ങളുടെ വരുന്ന ഡേ ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ എങ്ങോട്ടെങ്കിലും എന്താ പറയാ ടൂർ പോകുന്ന അങ്ങനത്തെ ഡേ ഉണ്ടാകും. ഫീൽഡ് ട്രിപ്പ് ഉണ്ടാകും. പിന്നെ കമോൺ എല്ലാരും ഇതിൽ ടൈപ്പ് ചെയ്തിട്ടേ നമുക്ക് കാണട്ടെ. പിന്നെ എന്തൊക്കെയാ? ഉം?
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല റിസൾട്ട് നല്ല മാർക്ക് കിട്ടിയിട്ട് ചിലപ്പോൾ ഇപ്പോൾ 10th പ്ലസ് ടു ഒക്കെ പഠിച്ചവർക്ക് അറിയാലേ അവർക്ക് നല്ല ഫുൾ എ ഗ്രേഡോ അല്ലെങ്കിൽ നല്ല ഫുൾ മാർക്ക് കിട്ടുമ്പോൾ എന്താകും പല ആളുകളും വിളിക്കും എന്തിനു വേണ്ടിയിട്ട് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ യു വിൽ ബി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അങ്ങനെ നമ്മുടെ ലൈഫിൽ കുറേ ആളുകൾക്ക് അതേപോലെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഭയങ്കര ഡേയ്സ് ഉണ്ടാകും. അപ്പോൾ എന്താ നിങ്ങൾക്ക് അവിടെ എത്താൻ കാരണം എന്താണ്? വൈ വുഡ് യു ലൈക്ക് ടു റീച്ച് ദീസ് ഡേയ്സ്? എന്താണ് റീസൺ ആ ഡേയ്സിലേക്ക് എത്താൻ എന്താണ് ഇഷ്ടം? ഉം? ആ ഡേയിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ടാണ് അല്ലേ? കാരണം എന്തോ ഒരു സ്പെഷ്യൽ കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുമെന്ന്. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. എന്നും ആ സെയിം ഡേ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ വിചാരിക്കും. ഇപ്പൊ നിങ്ങൾ ടൂറൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഡേയ്സ് കഴിയരുത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വല്ല നിങ്ങളുടെ ഫേവറേറ്റ് ഗസ്റ്റ് വരാണെങ്കിൽ ഇവർ പോവരുത് എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ എപ്പോഴും വിചാരിക്കും അല്ലെ? അപ്പൊ അതേപോലെ നമ്മൾക്ക് എന്താണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഡേയ്സ് ആയിരിക്കണം ഇൻഷാല്ല ഇനി വരുന്ന ഈ ബെസ്റ്റ് 10 days. ഓക്കെ, അതിനാണ് മാം ജസ്റ്റ് ഇത് മെൻഷൻ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മുടെ നോർമൽ കാര്യം അതൊക്കെ നമ്മുടെ ഈ വേൾഡിലുള്ള സെലിബ്രേഷൻ ആണ്, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യത്തിലുള്ള സെലിബ്രേഷൻ ആണ്. പക്ഷെ ഈദ് ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദിസ് വേൾഡ് ആൻഡ് നെക്സ്റ്റ് വേൾഡ് അല്ലെ? നമ്മൾ ഈദ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അള്ളാഹ് നമുക്ക് പ്ലസ് റിവാർഡും കൂടെ തരും. അപ്പോൾ എന്താണ് ഈ സെലിബ്രേഷൻ? അതായത് നമ്മൾക്ക് ഇപ്പോൾ ചില ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ നോർമലി സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷെ ഈദ് ഡേയ്സ് കോൺസ്റ്റന്റ് ആണോ? എന്നും സെയിം ഡേ സെയിം ഇയറിൽ മീൻസ് സെയിം ടൈമിലാണോ വരുന്നത്? ആണോ? അല്ല അല്ലെ? അതെങ്ങനെ ചേഞ്ച് ചെയ്യും? ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട്? ഏത് കലണ്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഏത് കലണ്ടറാണ് നമ്മൾ നോമ്പിനും വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനൊക്കെ നമ്മൾ നോക്കുക? കലണ്ടർ ഏതാണ്? അറബിക് കലണ്ടർ. ഹിജ്രി കലണ്ടർ. നമ്മള് സണ്ണിനെയാണോ മൂണിനെയാണോ നോക്കാം? സണ്ണിനെ നോക്കിയിട്ടാണോ മൂണിനെ നോക്കിയിട്ടാണോ? ആ ഓഫ് കോഴ്സ് നോക്കിയിട്ട് അല്ലെ? ദീസ് ഡേയ്സ് ആർ ഡിപ്പെൻഡ് അപ്പോൺ എന്താണ് മൂണിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ ലൂനാർ കലണ്ടർ നമ്മൾ പറയും. അതായത് ലൂനാർ കലണ്ടറിൽ ഒന്നെങ്കിൽ 29 days ഉണ്ടാകും അല്ലെങ്കിൽ 30 days ഉണ്ടാകും. നമ്മൾ കാണുന്ന നമ്മളെ ജനുവരി ഫെബ്രുവരിയിലൊക്കെ എത്ര ഉണ്ടാവുന്നെങ്കിൽ 30 days ഉണ്ടാകും അല്ലെങ്കിൽ 31 days ഉണ്ടാകും അല്ലെ? എക്സെപ്റ്റ് ഫെബ്രുവരി മാത്രം 28 29 വരും. അപ്പൊ ഈ ഡേയ്സ് നോക്കിയിട്ടാകുമ്പോ നമ്മളുടെ നോർമൽ ഇതിൽ നിന്ന് വ്യത്യാസം വരും അല്ലെ? നമ്മളിപ്പോ നോക്കുന്ന ആ ഡേയ്സും നമ്മളുടെ ലൂനാർ കലണ്ടറും നല്ല ഡിഫറൻസ് വരും. ഓക്കെ, എന്തായാലും അതൊക്കെ പോട്ടെ. ഇനി ഇപ്പൊ ലൂനാർ കലണ്ടറിൽ ഏത് മന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കറിയാം ഇപ്പൊ ജൂൺ 1 ഇന്ന് അറിയാം, പക്ഷെ ലൂനാർ കലണ്ടറിൽ ഇപ്പൊ ഏത് മന്താ? ഏതാണ്? ദുൽ ഖഅദ, റൈറ്റ്? അതായത് മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ താനി, ജുമാദുൽ ഊല, ജുമാദുൽ സാനി, റജബ്, ഷഅബാൻ, റമദാൻ, ഷവ്വാൽ കഴിഞ്ഞിട്ടുള്ള ദുൽ ഖഅദ. ഈ മന്തിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത് അല്ലേ? ദുൽ ഖഅദ മന്തിലാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ഉള്ളത്. മനസ്സിലാവണ്ട എല്ലാവർക്കും? അതായത് നമ്മൾ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ പറയില്ലേ? നവംബർ മന്ത് ആണ് ആക്ച്വലി അറബിക് കലണ്ടറിലെ നവംബർ മന്ത് ആണ് എന്ത്? ദുൽ ഖഅദ. ഓക്കെ, അപ്പൊ ഈ മന്തിലാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന മന്ത് ഏതാണ്? ദുൽ ഹിജ്ജയാണ്. ഓക്കെ, അപ്പൊ ആ ദുൽ ഹിജ്ജയുടെ കാര്യമാണ് നമ്മൾ ഇന്ന് ഇൻഷാല്ലാ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വിച്ച് മന്ത് കംസ് ആഫ്റ്റർ ദുൽ ഖഅദ? ഏത് മന്താ വരുന്നത് ദുൽ ഖഅദ കഴിഞ്ഞാല്? യെസ്, ഓക്കെ. അപ്പൊ ഈ ദുൽ ഹിജ്ജക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ, യെസ്, മാഷാ അല്ലാ. അപ്പൊ ഈ സ്പെഷ്യാലിറ്റി ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇൻഷാല്ല പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഏത് എന്താണ് പറയാ ഏതാണ് ദുൽ ഹജ്ജയിൽ സെലിബ്രേറ്റ് ചെയ്യാ? ഇതാണ്? ചെറിയ പെരുന്നാളാണോ വലിയ പെരുന്നാളാണോ അറിയോ? വെരി ഗുഡ്, ഈദ് അൽ അദ്ഹ അല്ലെ? അല്ലെങ്കിൽ വലിയ പെരുന്നാൾ. ഈ വലിയ പെരുന്നാളാണ് ഈ 10th ഡേ ഓഫ് ദുൽഹിജ്ജ. അതായത് ദുൽഹിജ്ജ 1 പെരുന്നാള്, ദുൽഹിജ്ജ 10 ഈദ് ഉൽ അദ്ഹ വരുന്നത്. ഓക്കെ, ഇൻഷാല്ലാ മാം ഇനി എനിക്ക് മെല്ലെ മെല്ലെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആ ഡേയ്സിൽ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചൂസ് ചെയ്ത് തന്നിട്ടുള്ള ബെസ്റ്റ് 10 days ആണ് ഈ ഫസ്റ്റ് 10 days ഓഫ് ദുൽഹിജ്ജ. ഓക്കെ, ഇപ്പൊ ദുൽഖഅദയാണ്. ഇനി വരാൻ പോകുന്ന ഡേ അതായത് 7th of June ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യാം. അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? മൂൺ സൈറ്റിംഗ് വേണം അല്ലെ? മൂൺ സൈറ്റിംഗ് ഉണ്ടായാലാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ഡേയ്സ് ബെസ്റ്റ് ഡേയ്സ് ആണ്. ഈ 10 days ഇസ് ദ ബെസ്റ്റ് ഡേയ്സ്. അപ്പൊ എന്തൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളാണ് ഈ മന്തിൽ നടന്നത് നമുക്ക് നോക്കാം.
ഓക്കെ, ആർക്കെങ്കിലും അറിയോ വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദിസ് മന്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നത് ആർക്കെങ്കിലും അറിയോ? എനിവൺ? ആ, ഹജ്ജ്, മാഷാ അല്ലാ. ഈ ഡേയിലല്ലേ ഹജ്ജ് ഉള്ളത്? അള്ളാഹ് ചൂസ് ദിസ് മന്ത് ഫോർ ഹജ്ജ് അല്ലെ? വേറെ ഏതെങ്കിലും മന്തിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? പറ്റോ? നോ, ഓൺലി ദിസ് മന്ത്. ഈ മന്തില് സ്പെഷ്യൽ ഡേയ്സിൽ മാത്രമേ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്പെഷ്യാലിറ്റി എന്താണ്? മന്ത് ഓഫ് ഹജ്ജ് ചൂസൺ ബൈ അള്ളാഹ് സുബ്ഹാനഹു വ തആല. അള്ളാഹ് ഹജ്ജിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ മന്ത് ആണ് ഇത്. ഇനി വേറൊന്നെന്ന് പറഞ്ഞാല് മൂസ അലൈഹി ഇസ്ലാമിന് എല്ലാവർക്കും അറിയില്ലേ അല്ലെ? മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് സംസാരിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ? അള്ളാഹു സ്പെഷ്യൽ ആയിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിച്ചത് ഈ 10 ഡേയ്സിലാണ്. സുബ്ഹാൻ അള്ളാഹ്. സി, ഓരോരോ സ്പെഷ്യാലിറ്റീസ് അല്ലെ? ഇനി ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഹജ്ജ് സീസൺ ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാല് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ടോക്ക് ചെയ്ത മന്ത്. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞാല് സാക്രഡ് മന്ത്സ് ഉണ്ട്. ആർക്കെങ്കിലും അറിയാം ഏതൊക്കെയാണ് സാക്രഡ് മന്ത്സ് എന്ന്? അതായത് ഔട്ട് ഓഫ് 12 മന്ത്സ്, മുഹറം, സഫർ എന്ന് പറഞ്ഞിട്ടുള്ള ആ 12 മന്ത്സിൽ അള്ളാഹു 4 മന്ത്സ് സേക്രഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ബുക്കിൽ എഴുതി വെച്ചോട്ടോ. വിച്ച് ആർ ദോസ് 4 മന്ത്സ്? ആർക്കെങ്കിലും അറിയാം? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടെ ഏതൊക്കെയാണ് ആ സാക്രഡ് മന്ത്സ് എന്ന് പറഞ്ഞേ. 4 മന്ത്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഒരു മന്ത് നമ്മളിപ്പോ പറഞ്ഞു ദുൽഹിജ്ജയാണെന്ന് പറഞ്ഞു, വൺ ഓഫ് ദ സെക്കൻഡ്. പിന്നെ ഏതാ? മുഹറം, മാഷാ അല്ലാ, മുഹറം, ദുൽഖഅദ. അപ്പൊ ഈ മന്ത് നമ്മൾ ഇപ്പോഴുള്ള മന്ത് എന്താണ്? സാക്രഡ് മന്ത് ആണ്. പിന്നെ ഒരു മന്തും കൂടെ ഉണ്ട്, അറിയോ? ദുൽഹിജ്ജ. അപ്പൊ 3 ആയി. ഇനി ഒന്നും കൂടെ ഉണ്ട്, ഏതാ? റമദാൻ അല്ല, റമദാൻ അല്ല, റജബ്. മാഷാ അല്ലാ. ഓക്കെ, അപ്പൊ മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഓക്കെ, ഈ 4 മന്ത്സ് ആണ് സേക്രഡ് മന്ത്സ്. ഈ മന്ത്സിൽ അതായത് നമ്മൾ അള്ളാഹനെ കുറച്ചും കൂടെ എക്സ്ട്രാ നല്ലപോലെ വർഷിപ്പ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഉള്ള ഈ മന്തും ആക്ച്വലി സാക്രഡ് മന്ത് ആണ്. സാക്രഡ് മന്ത് എന്ന് പറഞ്ഞാൽ ഹോളി മന്ത് കേട്ടോ, പുണ്യമാസം എന്ന് പറയും മലയാളത്തില്. ഓക്കെ, അപ്പൊ ഈ മന്തിൽ നമ്മൾ അള്ളാഹനെ നന്നായിട്ട് വർഷിപ്പ് ചെയ്യണം. പക്ഷെ കമ്മിങ് ആ നെക്സ്റ്റ് മന്ത് ആണ് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് മന്ത്. ഓക്കെ, ഇനി ഒരു റീസണും കൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എന്താണ് ലാസ്റ്റ് ആയിട്ട്, അതായത് കംപ്ലീറ്റ് റിലീജിയൻ ആയി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്പെഷ്യൽ പ്ലേസിൽ എന്താ പറയാ സ്പീച്ച്, അതായത് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രസംഗം നടത്തിയിട്ടുള്ളത്, അതായത് ഏറ്റവും ഫെയർവെൽ സ്പീച്ച് എന്ന് പറയും. എന്താ പറയാ, അതും ഈ ഒരു വൺ ഓഫ് ദ 10 ഡേയ്സിലാണ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. നബിയുടെ പേര് കേൾക്കുമ്പോ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാസ്റ്റ് ആയിട്ട് സ്പീച്ച് നടത്തി, അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് വലിയൊരു എന്താണ് പ്രസംഗം നടത്തിയതും ഈ ഒരു 10 ഡേയ്സിലാണ്. സി, ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഡേയ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. എല്ലാരും അത് ഓർക്കാട്ടോ. ആൻഡ് പിന്നെ നോർമൽ ആയിട്ടുള്ള ഒന്ന് ലാസ്റ്റ് മന്ത് ഓഫ് ലൂണാർ കലണ്ടർ അല്ലെ? നമ്മള് എപ്പോഴും ലാസ്റ്റ്, ഇപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ എഴുതാൻ നേരത്ത് ബെല്ലടിക്കാനാവുമ്പോ എന്താവും? നിങ്ങൾ സ്പീഡിൽ എഴുതും അല്ലെ? പറ്റുന്നതൊക്കെ മാക്സിമം നടക്കാൻ നോക്കൂലേ പേപ്പറിൽ അല്ലെ? എല്ലാരും അല്ല, ചില ആൾക്കാർ അല്ലെ? അതേപോലെ നമ്മൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ ഗുഡ് ഡീഡ്സ് ചെയ്യേണ്ട മന്തും കൂടെയാണ് എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ ലാസ്റ്റ് മന്ത് ഓഫ് ലൂണാർ കലണ്ടർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കുറച്ച് കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഇത് സ്പെഷ്യൽ മന്ത് ആണ്, എന്തെല്ലാം സ്പെഷ്യാലിറ്റീസ് ആണ് ഈ മന്തിലുള്ളത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടാർക്കെങ്കിലോ? ഇല്ലല്ലോ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ദുൽഖഅദയിൽ, ഐ മീൻ ദുൽഹിജ്ജന്റെ എന്ത് നോക്കണം? നമ്മൾ ക്രസന്റ് മൂൺ നോക്കണം. എന്നാ നമ്മൾ നോക്കുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വിച്ച് ഡേ നമ്മൾ നോക്കുക? 3 ഡേയ്സ് ബിഫോർ ആണോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ദുൽഖഅദ 30th നമ്മൾ നോക്കും. അത് എന്താ എന്നാണ് എന്ത് വരുന്നത്? ദുൽഹിജ്ജ, അതായത് ഒന്നെങ്കിൽ 29th നോക്കും. അന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താവും ഉറപ്പിക്കാം നെക്സ്റ്റ്, അതായത് 30th കഴിഞ്ഞിട്ട് ദുൽഹിജ്ജ കഴിഞ്ഞിട്ട് നെക്സ്റ്റ്, സോറി, ദുൽഖഅദ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് എന്ത്? ദുൽഹിജ്ജ 1. ഓക്കെ, അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പെരുന്നാൾ എന്നാന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മള് നോർമലി റമദാന് എന്താണ് ലാസ്റ്റ് ഡേ നോക്കും, എന്താണ് മൂന്ന് സൈറ്റ് ചെയ്തിട്ട് കണ്ടാല് നമ്മൾ പറയും ആ നാളെ പെരുന്നാളാണെന്ന് പറയും. പക്ഷെ നമ്മളുടെ ദുൽഹിജ്ജക്ക് നോക്കുമ്പോ അങ്ങനെയല്ല. നമ്മൾ അത് നോക്കിയിട്ട് 10 ഡേയ്സ് ആകുമ്പോഴാണ് എന്ത്
നമ്മളുടെ ഈദുൽ അദ്ഹ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പൊ ക്രസന്റ് മൂൺ നോക്കുന്നത് നമ്മൾ ദുൽഖഅദ 29th അന്ന് കണ്ടാല് നെക്സ്റ്റ് ഡേ എന്താകും? ദുൽഹിജ്ജ 1 ആകും. അന്ന് കണ്ടിട്ടില്ലെങ്കിൽ ദുൽഖഅദ 30 കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ എന്താകും? ദുൽഹിജ്ജ 1 ആകും. ഓക്കെ, ക്ലിയർ? അത് ജസ്റ്റ് മാം മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. വൈ അള്ളാഹ് മേക്സ് സം ഡേയ്സ് സ്പെഷ്യൽ ഫോർ അസ്? എന്തായിരിക്കും അള്ളാഹു ചില ഡേയ്സ് സ്പെഷ്യൽ ആക്കാൻ കാരണം? അള്ളാഹ്ക്ക് എല്ലാ ഡേയ്സും സെയിം ആക്കിയാ പോരെ? വൈ കുറച്ച് സീക്രട്ട് മന്ത്സ് ഉണ്ട് അതില് അല്ലെ? അതിൽ മാത്രല്ല റമദാൻ വേറെ വരുന്നുണ്ട്. പ്ലസ് അള്ളാഹു ഈ 10 ബെസ്റ്റ് ഡേയ്സ് തന്നിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഓക്കെ, അപ്പം അതായത് ഇപ്പൊ നിങ്ങള് എന്താണ്, നമുക്കൊക്കെ അറിയാം സൂപ്പർ മാർക്കറ്റ് ഒക്കെ പോണവർ അവിടെയൊക്കെ എന്താണ് ഓഫർ ഡേ എന്നൊക്കെ പറയുമ്പോൾ എന്താകും? കുറേ ആളുകൾ ഒന്നിച്ച് വരും അല്ലെ? ഓഫർ ഉണ്ട്, ഇന്ന് ഇത്ര പൈസക്ക് കുറവാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങള് പാരന്റ്സിനെ വിളിച്ചാൽ മതിയോ അല്ലേ? അപ്പൊ എല്ലാവരും എന്താക്കും? ആ ഓഫറുള്ള ഡേക്ക് വേഗം പോയിട്ട് മാക്സിമം കളക്ട് ചെയ്തിട്ട് വരും അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അതേപോലെ വലില്ലാഹിൽ മസ്അലുൽ അഅല, അള്ളാഹു നമ്മൾ കമ്പയർ ചെയ്ത് പറയല്ല കേട്ടോ, എന്നാലും അള്ളാഹുന്റെ ഗ്രേറ്റസ്റ്റ് വിസ്റ്റ് ആണ് എന്ത്? അള്ളാഹു നമുക്ക് സം ഡേയ്സ് സ്പെഷ്യൽ ആക്കി തന്നത്. അപ്പൊ നമ്മൾ എന്താകും? കൂടുതലായിട്ട് നമ്മൾ ആ ഡേയ്സ് വർക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റമദാന് കുറേ ഖുർആൻ ഓതും അല്ലെ? കുറേ നിസ്കരിക്കും, തറാവി നിസ്കരിക്കും. പിന്നെ ലാസ്റ്റ് 10 നൈറ്റ്സിൽ ചില ആളുകളൊക്കെ പള്ളിയിൽ പോയിട്ട് എന്താകും? ഇഅ്തികാഫ് ഇരിക്കും. അങ്ങനെ എക്സ്ട്രാ 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 ഡീഡ് ചെയ്യും. കാരണം അന്ന് മാക്സിമം ഗുഡ് കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അള്ളാഹു ഇത് ആക്ച്വലി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നതാണ് എന്ത്? ടു ബി എക്സ്ട്രാ ഗുഡ് ആൻഡ് ഇൻക്രീസ് അവർ ഗുഡ് ഡീഡ്സ് ഓൺ ദീസ് സ്പെഷ്യൽ ഡേയ്സ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഡേയ്സ് നമ്മൾ വെറുതെ കളയരുത്. ഇപ്പൊ നമ്മൾ ആരും എന്താ പറയാ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ പോവാതിരിക്കൂല അല്ലെ? മോസ്റ്റ് ഓഫ് അസ് വിൽ ഗോ. നമ്മൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒന്ന് പോയി നോക്കാലെങ്കിലും വിചാരിക്കും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്രയും ബെസ്റ്റ് ഡേ തരുമ്പം നമ്മൾ ഒരിക്കലും അതൊന്നും പ്രശ്നമില്ല, ഇത് നോർമൽ ഡേ ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ ആ ഡേനെ യൂട്ടിലൈസ് ചെയ്യണം. മനസ്സിലായോ? ഈ ബെസ്റ്റ് ഡേനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അള്ളാഹു നമുക്ക് എക്സ്ട്രാ 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 ഡീഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ഡേയ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോടും പറയണം ഇന്ന ഇന്ന സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഉണ്ട്, സോ വി ഷുഡ് ഡു. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ദർ ഇസ് എ സൂറ സ്റ്റാർട്ടിങ് വിത്ത് ഡോൺ, അതായത് എന്താ പറയാ, പ്രഭാതം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രഭാതം. സി മലിഹ ഇസ് വെരി ഫാസ്റ്റ്, അവൾ ആൻസർ ചെയ്തു. എന്താണ്, ഏത് സൂറയാണ് അറിയാം ആർക്കെങ്കിലും? ആ, ഫജ്ർ അല്ലെ? അൽ ഫജ്ർ. ആ സൂറത്തിന്റെ പേരാണ് അൽ ഫജ്ർ. അപ്പൊ നമുക്കൊന്ന് ആയത്തൊന്ന് റിസൈറ്റ് ആക്കിയാലോ? ഓക്കെ, الله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر. ഓക്കെ, അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്താണ്, നമ്മള് ഓത്തെടുക്കൂലെ സ്കൂളിലൊക്കെ, നമ്മൾ എന്താ പറയാ, ഇന്ത്യ ഇസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ഐ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓത്തെടുക്കൂലേ അല്ലെ? അത് നമ്മൾ എന്താണ്, ഓക്കെ ഐ പ്രോമിസ് എന്ന് പറയാണ് അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനില് പല സ്ഥലങ്ങളിലും ബൈ 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 എന്ന് പറഞ്ഞിട്ട് വൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു എന്താണ് നമുക്ക് സ്വയർ ചെയ്തവരാണ്. അതായത് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണ് ഈ 10 നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയണം. ഓക്കെ, അപ്പൊ ഈ 10 നൈറ്റ്സിന് ആക്ച്വലി റെഫർ ചെയ്യുന്നത് നമ്മളുടെ ഈ വരാൻ പോകുന്ന ബെസ്റ്റ് 10 ഡേയ്സ് ഓഫ് ദുൽഹിജ്ജ ആണ് എന്ന് പറയുന്നുണ്ട്. ചിലത് പറയുന്നുണ്ട് റമദാനിലെ ലാസ്റ്റ് 10 നൈറ്റ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് എന്തായാലും മാക്സിമം ഗുഡ് ഡീഡ്സ് കളക്ട് ചെയ്യാം, നമുക്ക് അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബെസ്റ്റ് 10 നൈറ്റ്സിന് അള്ളാഹു സ്പെഷ്യൽ ആയിട്ട് ഖുർആനിൽ പറഞ്ഞത് കാരണം വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. മനസ്സിലായ മക്കളെല്ലാവർക്കും? ഓക്കെ, അപ്പൊ ഈ ബെസ്റ്റ് 10 നൈറ്റ്സിനെ അള്ളാഹു ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനാണ്? നമ്മുടെ അടുത്ത് പറയാണ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്. ഈ ഡേയ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, സംതിങ് ഗ്രേറ്റ് ഡേയ്സ് ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഖുർആനിൽ ഇങ്ങനെ ഒരു ഓത്ത് അല്ലെങ്കിൽ പ്രോമിസ് അല്ലെങ്കിൽ സ്വയറിങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കുക എന്താണ്, വാട്ട് ഷുഡ് ഐ ഡു ഇൻ ദീസ് സ്പെഷ്യൽ ഡേയ്സ്, ഓർ ഹൗ ടു മേക്ക് ദീസ് ഡേയ്സ് ദ ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ഇയർ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, എന്തൊക്കെയാണ് വാട്ട് മേക്സ് ദീസ് ഡേയ്സ് സ്പെഷ്യൽ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്തൊക്കെ സ്പെഷ്യൽ കാര്യങ്ങളാണ് നടന്നതെന്ന് പറഞ്ഞു. ഇനി അള്ളാഹു നമ്മളടുത്ത് കുറച്ച് കാര്യങ്ങൾ ഈ 10 ഡേയ്സിൽ എന്താണ് സ്പെഷ്യൽ ആണെന്ന് വേറെ പറയുന്നുണ്ട്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളോട് പറയുന്നുണ്ട്. എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞു
ഖുറാനില് അള്ളാഹു മെൻഷൻ ചെയ്തു അല്ലെ, വലയാലിൻ ആഷിർ എന്ന് പറഞ്ഞു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. എന്താണ് നമുക്ക് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ ബെസ്റ്റ് ഡേയ്സിനെ കുറിച്ചിട്ട് പറഞ്ഞതുള്ളതെന്ന് പറയാം, നോക്കാം ട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നോ ഗുഡ് ഡീഡ്സ് ഡൺ ഓൺ അതർ ഡേയ്സ് ആർ സുപ്പീരിയർ ടു ദോസ് ഡൺ ഓൺ ദീസ് ഫസ്റ്റ് 10 ഡേയ്സ് ഓഫ് ദുൽഹിജ്ജ. മനസ്സിലായോ? അതായത് നമ്മൾ വേറെ ഒരു ദിവസം ചെയ്താലും ഈ ഡേയ്സിന്റെ അത്ര വരൂല. ഏറ്റവും സുപ്പീരിയർ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആണ് നമ്മൾ ഈ ഡേയിൽ ചെയ്യുന്ന എന്ത് നല്ല കാര്യം. മനസ്സിലായോ? ഈ വരുന്ന 10 ഡേയ്സിൽ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് നോർമൽ ഡേയ്സിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ റിവാർഡ് അള്ളാഹു തരും എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നോട്ട് ഈവൻ ജിഹാദ് ചോദിച്ചു. ജിഹാദ് എന്ന് പറഞ്ഞാൽ അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് അള്ളാഹുവിന്റെ അള്ളാഹുവിന് വേണ്ടിയിട്ട് എന്താണ് ഫൈറ്റ് ചെയ്യുക. നമ്മൾ യുദ്ധത്തിൽ എന്താണ് പോയിട്ട് ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബോഡി പാർട്സ് ഒക്കെ ചിലപ്പോൾ കൈ പോകും, കാലൊക്കെ പോകും. അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ആ ജിഹാദോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഈവൻ ജിഹാദ് പോയിട്ടും അല്ല, അതിലേറെ റിവാർഡ് നിങ്ങൾക്ക് ഈ 10 ഡേയ്സിൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഒരാള് പോയിട്ട് അയാളുടെ പൈസയും അയാളുടെ ആരോഗ്യം ഫുള്ളും ജിഹാദിന് വേണ്ടി അവസാനം അയാള് മരിച്ചും പോയി. അങ്ങനത്തെ ആള് ഓക്കെ. അതല്ലാതെ നോർമലായിട്ട് എന്താണ് ഫൈറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന ആൾക്ക് കിട്ടുന്നേക്കാളും റിവാർഡ് നമ്മൾക്ക് ഈ 10 ഡേയ്സിൽ കിട്ടും. സുബ്ഹാനല്ലാഹ് അല്ലെ, എത്ര വലിയ റിവാർഡാണ്. അത്രയും ആളുകൾ, അതായത് അങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗം ഉറപ്പാന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് ജിഹാദിൽ പോകുന്ന ആളുകൾക്കൊക്കെ സ്വർഗ്ഗം ഉറപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലും സുപ്പീരിയർ ആയിട്ടുള്ള എന്താണ് റിവാർഡാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്താൽ. ഓക്കെ. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ ഖുർആൻ ഓതുമ്പോ, എക്സ്ട്രാ നിസ്കരിക്കുമ്പോ അതിനൊക്കെ അള്ളാഹു എന്താക്കും, നമുക്ക് കുറെ റിവാർഡ്സ് തരും. ജിഹാദിനേക്കാളും കൂടുതൽ റിവാർഡ്സ് തരും അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഈ ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അല്ലെ, നമ്മളിപ്പൊ ചിലപ്പം എന്താണ് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാക്കും. പക്ഷെ ദുൽഹിജ്ജയിൽ നമ്മൾ നിസ്കരിച്ചാലോ അത് എക്സ്ട്രാ റിവാർഡ് കിട്ടും, ഹയർ റിവാർഡ് കിട്ടും അല്ലെ. അതേപോലെ ഇപ്പൊ നമ്മൾ ചാരിറ്റി കൊടുക്കുക, ദുൽഹിജ്ജയിൽ നമ്മൾ വേറെ ചാരിറ്റി കൊടുക്കുക. ആ ദുൽഹിജ്ജയിൽ കൊടുത്തിട്ടുള്ള ചാരിറ്റിക്ക് ഭയങ്കര റിവാർഡ് ആയിരിക്കും. അതേപോലെ നിങ്ങൾ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും, നിങ്ങളെ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ ആർക്കെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും, പിന്നെന്താണ് എന്തൊക്കെയാ നല്ലത് ചെയ്യാൻ പറ്റുമോ അതിൽ നമ്മൾ ഈവൻ സ്മൈലിങ് വരെ നമ്മൾ ദുൽഹിജ്ജയിൽ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് സുപ്പീരിയർ റിവാർഡ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഗ്രേറ്റ് റിവാർഡ് കിട്ടും. ഓക്കെ. അപ്പൊ അത്രയ്ക്കും സ്പെഷ്യൽ ആണ് ഈ 10 ഡേയ്സ് എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ എന്ത് കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും ഓർക്ക് അള്ളാഹു എനിക്ക് ഇതിന് എക്സ്ട്രാ റിവാർഡ് തരും, അല്ലെങ്കിൽ ഇത് ഏറ്റവും ബെസ്റ്റ് എനിക്ക് കിട്ടുന്ന റിവാർഡ് ആയിരിക്കും എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ട് ട്രൈ യുവർ ബെസ്റ്റ്, ലെവൽ ബെസ്റ്റ്, നല്ല എന്താണ് നല്ല നല്ല ഡീഡ്സ് ചെയ്യാൻ. ഓക്കെ. ക്ലിയർ ആവണ്ട എല്ലാവർക്കും? ഓക്കെ അല്ലേ? അപ്പൊ മാക്സിമം നല്ല നല്ല ഡീഡ്സ് എല്ലാവരും ഈ 10 ഡേയ്സിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ. അതേപോലെ വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, there are no days in which righteous deeds are more beloved to Allah subhanahu wa ta'ala than these 10 days. അള്ളാഹ്ക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന ദിവസത്തിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഡേയ്സിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത്. ആർക്കെങ്കിലും ഉണ്ടോ അള്ളാഹ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല അല്ലെ. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹ്ക്ക് എന്താണ് ഇഷ്ടം നമ്മൾ നോക്കണം. അള്ളാഹ്ക്ക് എന്താണ് ഭയങ്കര ഇഷ്ടം? ഈ 10 ഡേയ്സിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം എന്താക്കുക, നമ്മൾ ഈ 10 ഡേയ്സിൽ കുറേ ഗുഡ് ഡീഡ്സ് ചെയ്യുക. എന്തൊക്കെയാ ചെയ്യാൻ പറ്റണം ഒക്കെ ചെയ്യുക. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളൊക്കെ ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും അല്ലെ, ഡിഫറെൻറ്റ് ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്. അപ്പം അതേപോലെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പൊ എന്താക്കുക, എന്തൊക്കെയാണോ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആ ഗുഡ് ഡീഡ്സ് ചെയ്യാം. ഓക്കെ. എനി ഗുഡ് ഡീഡ്സ് ഇൻ ദീസ് ഡേയ്സ് ആർ മോസ്റ്റ് ബിലോവഡ് ടു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെല്ലാവരും ഓർക്കുക. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യന്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹജ്ജ് ആൻഡ് അതർ പില്ലേഴ്സ് ഓഫ് ഇസ്ലാം? ഹജ്ജ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാമിൽ പെട്ടതല്ലേ? എത്രാമത്തെ പില്ലറാണ് ഹജ്ജ്? ആ, fifth pillar of Islam. Okay. So what's the difference between Hajj and other pillars of Islam? ആർക്കെങ്കിലും
ഉം? ഹജ്ജും മറ്റ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാമും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? സി, ഹജ്ജ് നമുക്ക് എന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? ആ ആ ദുൽഹിജ്ജയില് മാത്രമേ, ഈ ഹജ്ജ് മാസത്തില് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ബാക്കി പില്ലേഴ്സ് ഓഫ് ഇസ്ലാം, നിസ്കാരം നമുക്ക് എന്ന് നിസ്കരിക്കാം അല്ലെ? നോമ്പ് നമുക്ക് എല്ലാ മന്തിലും നോമ്പ് നോമ്പ് നോൽക്കാം. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കേണ്ട. പക്ഷെ റമദാനില് നമുക്ക് കമ്പൽസറി ചെയ്യണം. ഉം. പിന്നെ നമ്മൾക്ക് ചാരിറ്റി എന്താണ്, ജക്കാത്ത് നമുക്ക് എപ്പോഴും കൊടുക്കാം അല്ലെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നമുക്ക് എപ്പോഴും പറയാം. ഉം. ഹജ്ജിന്റെ വേറെ സ്പെഷ്യാലിറ്റി എന്താണ്? വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലെ? ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. മറ്റേതൊക്കെ നിസ്കാരം നമുക്ക് ഒറ്റ പ്രാവശ്യം നിസ്കരിച്ചാൽ മതിയോ? പോരാ അല്ലെ? നമുക്ക് എന്നും നിസ്കരിക്കണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. അതേപോലെ നോമ്പ്, ഓക്കെ ഈ റമദാനിൽ ഞാൻ നോമ്പ് ഫുൾ എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ നെക്സ്റ്റ് റമദാനിൽ ഞാൻ നോമ്പ് എടുക്കണില്ല പറയാൻ പറ്റുമോ? ഇല്ല. അന്ന് നമ്മൾ നോമ്പെടുക്കണം, എന്നാലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഹജ്ജ് ഇസ് വൺസ് ഇൻ എ ലൈഫ് ടൈം. ഒറ്റ പ്രാവശ്യം ചെയ്താല് പിന്നെ ഹജ്ജ് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അള്ളാഹു നമുക്ക് റിവാർഡ് തരും. ഓക്കെ, അപ്പൊ അതാണ് ഹജ്ജും അതർ പില്ലേഴ്സ് ഓഫ് ഇസ്ലാമും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്കൊക്കെ പില്ലേഴ്സ് ഓഫ് ഇസ്ലാം അറിയുന്ന മാം വിചാരിച്ചിട്ടാട്ടോ സ്പീഡിൽ അത് പറഞ്ഞു പോയത്. 5 പില്ലേഴ്സ് ഉണ്ട്: ഷഹാത്ത് കലിമ, നമസ്കാരം, നോമ്പ്, സോറി നമസ്കാരം, ജക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതാണ് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലേ ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ അള്ളാഹു ഖുറാനിൽ പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഈ ഹജ്ജിനെ കുറിച്ചിട്ട്. അതായത് അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് കുറച്ച് മന്ത്സ് ഉണ്ട്. അതായത് നമ്മൾ ഹജ്ജ് ചെയ്യുക ഈ ഒരു എന്താ പറയാ ദുൽഹിജ്ജ മന്തിൽ മാത്രമാണ്. അതിൽ ഫസ്റ്റ് 10 ഡേയ്സിൽ കുറച്ച് ഡേയ്സിലാണ് നമ്മൾ ചെയ്യുക. പക്ഷേ അള്ളാഹു ഈ മന്തിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് കുറച്ച് മന്ത്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്യും. ആർക്കെങ്കിലും അറിയാം എന്നാണ് നമ്മൾ ഹജ്ജിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന്? വിച്ച് മന്ത് അറിയോ? ഇല്ല. ഷവ്വാല് മാസം അറിയില്ല എല്ലാവർക്കും? ഷവ്വാൽ മന്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഷവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഓക്കെ, ഈ 3 മാസമാണ് ദ മന്ത്സ് വെൽ നോൺ എന്ന് പറഞ്ഞ മന്ത്സ്. അല്ലെങ്കിൽ ഹജ്ജ് സീസൺ സ്റ്റാർട്ട് ചെയ്യുക ഷവ്വാൽ മുതലാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് ചെറിയ പെരുന്നാൾ തുടങ്ങിയ മുതൽ നമുക്ക് എന്താണ് ഹജ്ജിനുള്ള പ്രിപ്പറേഷൻ ചെയ്യും. നിങ്ങൾക്കറിയാം കുറേ ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഉമ്മമാരോ അല്ലെങ്കിൽ വല്യമ്മമാരോ വല്യപ്പമാരോ ഒക്കെ പോകുന്നുണ്ടാകും അല്ലെ? അപ്പൊ അവരൊക്കെ ആക്ച്വലി എന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്? ഷവ്വാൽ മന്ത് മുതൽ അവര് അവരുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഞങ്ങൾ ഹജ്ജിന് പോവാണ്, എല്ലായിടത്തും എന്താ പറയാ പറയുന്നുണ്ടാകും. അതേപോലെ പൊറുക്കലിന് ചോദിക്കുന്നുണ്ടാകും, എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകണമെങ്കിൽ പുറത്ത് തരണേ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും അല്ലെ നിങ്ങള്? അല്ലെ? അപ്പം അതാണ് ഷവ്വാല്, ദുൽഖഅദ ഈ മന്ത്. ഓക്കെ, പിന്നെ ദുൽഹിജ്ജയിൽ നമ്മൾ ആക്ച്വൽ ഹജ്ജ് ചെയ്യും. അപ്പൊ അതാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞത്. അപ്പൊ അള്ളാഹു വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ത്? വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. അപ്പൊ ഈ ഡേയ്സിൽ അല്ലെങ്കിൽ ഈ എന്താണ് സ്പെഷ്യൽ എണ്ണപ്പെട്ടിട്ടുള്ള ഡേയ്സിൽ അള്ളാഹുനെ കൂടുതലായിട്ട് ഓർക്കുക. എന്നും നമ്മൾ അള്ളാഹുനെ ഓർക്കണം. നമുക്ക് പറയാൻ പറ്റില്ലേ അന്ന് മാത്രമേ ഓർത്തിട്ട് ഞാൻ ഓർക്കൂല എന്ന് പറയല്ല, എന്നും ഓർക്കണം. പക്ഷെ എന്താണ് അള്ളാഹു കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യാൻ പറയാണ് ഈ സ്പെഷ്യൽ ഡേയ്സിൽ. ആർക്കെങ്കിലും അറിയാം എന്തൊക്കെയാണ് നമ്മൾ അള്ളാഹുനെ റിമെമ്പർ ചെയ്യാൻ പറ്റുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നത്? ഏതാ? പറഞ്ഞോ. സുബ്ഹാനല്ലാഹ്, ല്ലേ? ഇത് നമ്മൾ നോർമലി പറയുന്നതാണ്. നമ്മൾ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ പറഞ്ഞോ. അല്ലാഹു അക്ബർ നിസ്കരിക്കുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം പറയും അല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ഒക്കെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എന്തായാലും പറയും. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്നും പറയുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് മാം അടുത്തുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോ അള്ളാഹു നമ്മൾ കൂടുതലായിട്ട് ഈ മന്തിൽ ഓർത്തുകൊണ്ടേയിരിക്കും. ഇനി ഇനിയുണ്ട് കുറേ സ്പെഷ്യാലിറ്റീസ്. നമ്മൾ ഒരു സ്പെഷ്യാലിറ്റി ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത സ്പെഷ്യാലിറ്റിക്ക് പോവാണ്. അതായത് ഈ മന്തിൽ ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാം ഏതാണ് സ്പെഷ്യൽ ഡേ എന്ന്? അതായത് ഈ 10 ഡേയ്സിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ഉണ്ട്. ഏതാണ്? യൗമുൽ അറഫ. മാഷാ അല്ലാ, വെരി ഗുഡ്. അറഫ ഡേ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? അറഫ നോമ്പ് കേട്ടിട്ടുണ്ടാവും. വലിയ കുട്ടികളാണെങ്കിൽ നോമ്പ് കേട്ടിട്ടുണ്ടാവും, നോമ്പ് എടുക്കുന്നവരായിരിക്കും അല്ലെ? അപ്പൊ അറഫ ഡേ ആണ് ഏറ്റവും സ്പെഷ്യൽ. അതായത് ഈ ബെസ്റ്റ് 10 ഡേയ്സിൽ ഏറ്റവും സ്പെഷ്യൽ ഡേ ആണ് ഈ അറഫ ഡേ. അപ്പൊ ഈ ഡേനെ കുറിച്ച് നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണേ. പറഞ്ഞുതരാട്ടോ മാം. അതായത് ഈ ഡേയില് എന്താന്ന് വെച്ചാൽ ഈ ഹജ്ജിന് പോയിട്ടുള്ള ആളുകളൊക്കെ അറഫ എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയി നിൽക്കും.
എന്നിട്ട് അള്ളാണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അള്ളാണ്ട് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്തൊക്കെ ഇരിക്കും. ഈ ദിവസമാണ് അള്ളാഹു നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തായി കൊടുത്തത്, ദീന് കംപ്ലീറ്റ് ആയി കൊടുത്തത്. മാം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്പീച്ച് പറഞ്ഞു എന്നൊക്കെ അല്ലെ. അത് എന്താണ്, ഈ ഡേയിലാണ്, യൗമുൽ അറഫ അല്ലെങ്കിൽ അറഫ ഡേയിലാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീന് കംപ്ലീറ്റ് ആയി കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഡേ ആണ് ഈ ഒരു ഡേ. ഓക്കെ. നമുക്കറിയാം, നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ ഇപ്പൊ ഏതെങ്കിലും വലിയ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആരെങ്കിലും സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ഒക്കെ ഉണ്ടാകും അല്ലെ, അവർക്കൊക്കെ ഒരു കോൺവെക്കേഷൻ ഡേ ഉണ്ടാകും അല്ലെ, അവരെ തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡേ ഉണ്ടാകും അല്ലെ. അപ്പോ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷൻ കംപ്ലീറ്റ് ആക്കിയിട്ട് അള്ളാഹു കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുള്ള ഡേ ആണ് ഇത് നമ്മളുടെ ഈ ഒരു യൗമുൽ അറഫ. ഓക്കെ. ഇതായിരിക്കും ഇങ്ങനെ, അതായത് ഹജ്ജിന് പോയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ കുറേ എന്താണ് പാറകളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അവിടെയൊക്കെ ഇരുന്നിട്ടും നിന്നിട്ടും എങ്ങനെയൊക്കെയാണോ അവർക്ക് പറ്റുന്നത് അങ്ങനെയൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ദിവസമാണ് ഈ ഒരു യൗമുൽ അറഫ എന്ന് പറഞ്ഞിട്ടുള്ള ഡേ. ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഡേ ആണ്. നിങ്ങൾ ഇനി ഒരു ഡേയിലും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഈ ഡേയിൽ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്, കാരണം അത്രയ്ക്കും സ്പെഷ്യലാണ് ഈ ഡേ. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഡേയിൽ ഐ ഹാവ് കംപ്ലീറ്റഡ് ഫോർ യു യുവർ റിലീജിയൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഐ ഹാവ് പെർഫെക്റ്റഡ്, അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതായത് റിലീജിയന്റെ മിഷൻ. ഇനി നിനക്കൊന്നും ചെയ്യാനില്ല, യു ഹാവ് ഡൺ, അല്ലെങ്കിൽ നിന്റെ മിഷൻ കംപ്ലീറ്റ് ആക്കി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നതാണ് ഈ ഒരു ഡേയിൽ. അതും ഈ ഒരു ഡേയിലാണ് അള്ളാഹു ഈ ഒരു ആയത്ത് ഇറക്കിയത് കേട്ടോ. അപ്പോൾ ഈ ഡേ എന്നാണ് 9th ഡേ ഓഫ് ദുൽഹിജ്ജ. ഓക്കെ. അപ്പോൾ 1 2 3 4 5 6 7 8 9th ഡേ ഓഫ് ദുൽഹിജ്ജയാണ് യൗമുൽ അറഫ. ഓക്കെ. ഈ 9th ഡേയിലാണ് ഈ ഹജ്ജിന് പോയിട്ടുള്ള ആളുകളൊക്കെ അറഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത്. പിന്നെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് എന്താണ് ദുഹറും അസറും ഒരുമിച്ച് നിസ്കരിക്കും. എന്നിട്ടോ ബാക്കി ഫുൾ ഡേയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. കിബിലേക്ക് ഫേസ് ചെയ്തിട്ട് അസ്തഗ്ഫിറും എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം അതൊക്കെ അവർ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അതാണ് ഈ ഡേന്റെ സ്പെഷ്യാലിറ്റി ഹജ്ജിന് പോകുന്ന ആളുകൾക്ക്. ഓക്കെ. അവരവിടെ പോയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഫുൾ ഡേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യുക അവിടെ? നമ്മളാരും ഹജ്ജിന് പോകണില്ലല്ലോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ ഡേയ്സിൽ ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്ന് മാം ജസ്റ്റ് മെൻഷൻ ചെയ്തുതരാം കേട്ടോ. ഫസ്റ്റ് ആണ്, നമുക്കും ദുആ ചെയ്യാം അല്ലേ. നമുക്ക് അവിടെ തന്നെ ആകണമെന്നൊന്നുമില്ല, നമ്മളുടെ ഹാർട്ട് അവിടെ ആയാൽ മതി. നമ്മൾ അവിടെയാണ് എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ഹാർട്ട് അവിടെ ആയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡേയിൽ ഒരു സ്പെഷ്യൽ ഒരു മണിക്കൂറുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉറപ്പായിട്ടും ആ ദുആ അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായോ? There is an hour in which no believing worshipper makes a supplication to Allah for good except that Allah answers it for him. അള്ളാഹു അത് ഉറപ്പായിട്ടും സ്വീകരിക്കും. ആ ഡേയിൽ നിങ്ങൾ ആ ഒരു സമയത്ത് എപ്പോഴാണ് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ രാവിലെ മുതലേ പ്രാർത്ഥിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് എന്താ വേണ്ടെങ്കിൽ, ഓരോരുത്തർക്കും പല ആവശ്യങ്ങളുണ്ടാവും അല്ലേ. നിങ്ങൾ കുഞ്ഞു എന്താണ് ഉമ്മാണ്ട് പാണ്ട് പറഞ്ഞിട്ട് കിട്ടാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രാർത്ഥിക്കുക. എന്തായാലും ആ സമയത്ത് നിങ്ങൾ എങ്ങാനും പ്രാർത്ഥന കറക്റ്റ് ആയി നിന്നാലോ ഉറപ്പായിട്ട് അള്ളാഹു നമുക്കത് ഹൈറാണെങ്കിൽ അത് ആൻസർ ചെയ്ത് തരും. സുബ്ഹാനല്ലാഹ്. ആൻഡ് ആരെങ്കിലും അള്ളാഹിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ചോദിച്ചാലോ ഉറപ്പായിട്ട് അള്ളാഹു പ്രൊട്ടക്ഷൻ തരും. ഓക്കെ. അപ്പം എപ്പോഴും നിങ്ങൾ ദുആ മാക്സിമം നല്ല ക്വാളിറ്റി ദുആ ചെയ്യാട്ടോ. കുഞ്ഞു കാര്യം മാത്രമല്ല, നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുക, ഹയ്യസ്റ്റ് ജന്ന തരണേ അള്ളാ അല്ലെ. ഏറ്റവും ബെസ്റ്റ് ദുആണത്. അല്ലാഹുമ്മ ഇന്ന നസ്അലുക്കൽ ജന്നാത്തുൽ ഫിർദൗസ്, അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് തരണേ പ്രാർത്ഥിക്കാം. അതേപോലെ പാരൻസിന് ദുആ ചെയ്യാം. ഉമ്മാക്കും ഉപ്പാക്കും സ്വർഗത്തിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് കൊടുക്കണമേ. അതുപോലെ തന്നെ ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു നീ അവർക്ക് ഈസി ആക്കി കൊടുക്കണേ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും പിന്നെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ദുആ ചെയ്യാം. സ്പെഷ്യലി ഒരു ദുആ മാം സ്പെഷ്യലി പറയാണ്, നമുക്കറിയാം ഗസയിലുള്ള മക്കളും അല്ലേ, അവിടുത്തെ ഫാമിലി മെമ്പേഴ്സൊക്കെ എത്ര കഷ്ടപ്പെടുന്നത്. അവർക്ക് എല്ലാവരും ഈ ഒരു സ്പെഷ്യൽ അവറിൽ മറക്കാണ്ട് ദുആ ചെയ്യണം. കാരണം അവര് എത്ര വിഷമിക്കണം നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ആരും അത് ഫീൽ ചെയ്യുന്നില്ല അല്ലെ. നമ്മൾക്ക് വീഡിയോസ് കാണുന്നുണ്ട്, അത്രയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾക്ക് നമ്മളുടെ മേത്ത് ഈവൻ ഒരു കുഞ്ഞി മുറി പോലും ആയിട്ടില്ല അവർക്ക് ഉണ്ടായിട്ടില്ല അല്ലെ. അവർക്കൊക്കെ വലിയ എന്താണ് ബോഡി, കൈ മുറിഞ്ഞു പോവുക, ഫുൾ ഹെഡ് തന്നെ പോവുക, എന്തൊക്കെയൊക്കെയാണ് അവിടെ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അവർക്കൊക്കെ ഈസിനെസ് കൊടുക്കട്ടെ, എത്രയും പെട്ടെന്ന് അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ. ആമീൻ. അപ്പം എല്ലാവരും മാക്സിമം നല്ല ക്വാളിറ്റി ദുആകൾ എഴുതി വെക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. അല്ലാണ്ട് മാക്സിമം ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്?
മേക്ക് ദുആ ഓൺ ദിസ് സ്പെഷ്യൽ ഡേ. എന്നാണ് സ്പെഷ്യൽ ഡേ? ഈ സ്പെഷ്യൽ ഡേ എന്നാണ്? 1 2 3 4 5 6 7 8 9 അല്ലെ? 9th ഓഫ് ദുൽഹിജ്ജ, അറഫാണ്. ഓക്കെ. ഇനി അടുത്ത കാര്യം ഇതാണ്. മാം ഒരു ദിക്റും കൂടെ ഉണ്ട് നിങ്ങളടുത്ത് പറഞ്ഞത്. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് ഈ ദുആ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദുആ നമ്മള് സ്പെഷ്യലി ഈ ഡേയിൽ കുറേ പ്രാവശ്യം പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം റമദാനില് ലാസ്റ്റ് 10 നൈറ്റ്സിൽ നമ്മുടെ അടുത്ത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫു ഫഅഫു അന്നി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? പക്ഷെ ഈ ഡേയിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ദിക്ർ എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മാം ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ വെച്ചിട്ടുണ്ട്. ഇതിൽ ഇവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ദുആ 100 ടൈംസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടും. 10 ടൈംസ് പറയുകയാണെങ്കിൽ വേറെ റിവാർഡ് കിട്ടും. അപ്പം നിങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അത്രയും മാക്സിമം നിങ്ങൾ ഈ ഡേയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാം. ഓക്കെ. ഇതാണ് അറഫിന്റെ പ്ലേസിൽ ആളുകൾ എന്താക്കും? മാക്സിമം ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അണ്ടിൽ സൺസെറ്റ് അങ്ങനെ അവിടെ തന്നെ ഇരുന്നിട്ട് അല്ലാണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അറഫ നോമ്പ്. നാം നേരത്തെ പറഞ്ഞില്ലേ അല്ലേ? അറഫ നോമ്പ് എടുക്കണം എന്ന്. നിങ്ങൾക്ക് എല്ലാ ഈ 1 മുതൽ 9 ഡേ വരെയൊക്കെ നോമ്പെടുക്കാം. അത് നമുക്ക് സുന്നത്താണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോമ്പെടുക്കാം, ഒരു പ്രശ്നമില്ല. അത് കമ്പൽസറി അല്ല കേട്ടോ, ഫർളായിട്ട് നോമ്പെടുക്കണം എന്നല്ല. പക്ഷെ നമുക്ക് നോമ്പെടുക്കാം 1 മുതൽ 9 വരെ. ഇനി നിങ്ങൾക്ക് 1 മുതൽ 9 വരെ എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മക്കളോട് എല്ലാവരോടും നിങ്ങൾ ചെറിയ കുട്ടികളാണ് കമ്പൽസറിലി എടുക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിന്റെ റിവാർഡ് എല്ലാവരും അറിയണം. എന്താണ് റിവാർഡ്? ഈ ദിവസം നിങ്ങൾ ഫാസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ലാസ്റ്റ് ഇയറിലെ ഫുൾ സിൻസും അള്ളാഹു ഫോർഗീവ് ആക്കും. അതേപോലെ തന്നെ കമ്മിങ് ഇയറിലെ ഫുൾ സിൻസും അള്ളാഹു ഫോർഗീവ് ആക്കും. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾ അറിയാണ്ട് കുറേ മിസ്റ്റേക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഞാൻ മിസ്റ്റേക്ക് ഒന്നും ചെയ്യില്ല, അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? പക്ഷെ നമ്മൾ ഈ ഡേയിൽ നോമ്പെടുത്താലോ നമ്മളുടെ ലാസ്റ്റ് ഇയറിലെ ഫുൾ സിൻസ് അള്ളാഹു ഫോർഗീവ് ആക്കും. അതേപോലെ തന്നെ ഇനി വരുന്ന ഇയറിൽ നമുക്കറിയില്ല എന്തൊക്കെയും മിസ്റ്റേക്കാണ് നമ്മുടെ അടുത്ത് നിന്ന് വന്ന് പോവാന്ന് അല്ലേ? അപ്പൊ നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന എല്ലാ മിസ്റ്റേക്സും അള്ളാഹു ഫുള്ളി ഇറേസ് ആക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രയും വലിയ ാണ് അള്ളാഹു നമുക്ക് തരുന്നത്. അതുകൊണ്ട് ആരും മിസ്സാക്കരുത്. എപ്പോഴും ദുആ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറയാ. അതേപോലെ തന്നെ ഈ നോമ്പെടുക്കുമ്പോൾ എല്ലാവരും ഓർക്കുക, ഇത്രയും വലിയ റിവാർഡാണ് അള്ളാഹു നമുക്ക് ഈ ബെസ്റ്റ് ഡേയിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചെയ്യാത്ത തെറ്റ് വരെ അള്ളാഹു ഓൾറെഡിയാണ് പുറത്ത് നിന്നിട്ടുണ്ട്. പിന്നെന്തായാലും പ്രശ്നം? സുബ്ഹാനല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ കുറേ അള്ളാഹിൻ്റെ അടുത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറയാം. കാരണം കൂടുതൽ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് തരും. അള്ളാഹു ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു മഴ പെയ്യിപ്പിക്കും, നിങ്ങൾക്ക് ഭയങ്കര പ്രോസ്പെരിറ്റി ഉണ്ടാകും, ഒരുപാട് എന്താ പറയുക മക്കളുണ്ടാകും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം ഈ ഡേ ബെസ്റ്റ് ഡേ ആണ് അല്ലേ? അതേപോലെ ബെസ്റ്റ് ഹവർ ഉള്ളൊരു ഡേ ആണ്. അന്ന് നമ്മൾ അള്ളാഹിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്ക് തരും. അതുകൊണ്ട് മാക്സിമം നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് പറയാം. നമ്മൾ എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ പഠിക്കുകയാണെങ്കിലും സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് പറയാ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയാം. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. പിന്നെ ഇനി ഇതെന്ന് പറഞ്ഞാൽ ഇതും സുന്നത്താണ്, നിർബന്ധമല്ല കേട്ടോ. അതായത് കുർബാൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അനിമൽസിനെ സാക്രിഫൈസ് ചെയ്യാം, അതായത് ബലി കൊടുക്കുക എന്ന് പറയും. നമ്മൾ ബലി പെരുന്നാൾ എന്ന് പറഞ്ഞത് ഈ ഡേയിൽ കൊടുക്കുന്നതല്ലേ, അത് അടുത്ത ഡേയിൽ കൊടുക്കുന്നതാണ്. ഇത് നമ്മൾക്ക് ഈ ഡേയിൽ നമുക്ക് എന്തൊക്കെ ബെസ്റ്റ് ഡീഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ബെസ്റ്റ് ഡീഡ് നമ്മൾ ചെയ്യണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അനിമലിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അനിമലിനെ ബലി കൊടുക്കുക. ഓക്കെ. അത് നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് പോണതിന് മുമ്പായിരിക്കണം, എന്നാലാണ് ഈ ഡേയിൽ പെടുള്ളൂ. അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമായാലോ അത് നമ്മളെ നെക്സ്റ്റ് ഡേയിൽ ഉള്ളതായി പോകും കേട്ടോ. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ പാരൻസിനോട് പറയാം. ഈ ഡേയിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയാം. അതിന്റെ റിവാർഡ് മാം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ.
നെക്സ്റ്റ് ഇതിൽ കഴിഞ്ഞിട്ട് ഇനി അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ദുൽഹിജ്ജ 9, അതായത് അറഫ ഡേയിൽ, യോമുൽ അറഫയിലെ സ്പെഷ്യാലിറ്റി. ഒന്നെന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡേയിൽ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മേക്ക് ദുആ. സെക്കൻഡ് വൺ, ഡു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. പിന്നെയോ തേർഡ് വൺ ഫാസ്റ്റ്, അല്ലെ? നോമ്പെടുക്കണ്ടേ? നോമ്പെടുത്താല് നമ്മളുടെ 2 years, അതായത് ലാസ്റ്റ് ഇയറിന്റെയും കമ്മിങ് ഇയറിന്റെയും ഫുൾ സിൻസ് ഫോർഗീവ് ആക്കി. ഫോർത്ത് വൺ സീക്ക് ഫോർഗീവ്നെസ്, അള്ളാഹിന്റെ അടുത്ത് അല്ലെ അസ്തഗ്ഫിറുല്ലാഹ് പറയാ. ഫിഫ്ത്ത് വൺ നമ്മൾ കുർബാൻ ചെയ്യുക, അതായത് കുർബാൻ കൊടുക്കുക, അതായത് ഒരു അനിമലിനെ അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കില്ല് ചെയ്യുക അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യാം. എപ്പോഴും നല്ല ബെസ്റ്റ് നിയത്താക്കണം കേട്ടോ, അള്ളാഹിന്റെ അടുത്ത് റിവാർഡ് കിട്ടണേ എന്ന് വിചാരിച്ചിട്ടാക്കണേ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ അറഫ ഡേ. ഇനി അറഫ ഡേ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഉണ്ട്. നമ്മളെല്ലാവരും അന്നാണ് എല്ലാവരും പെരുന്നാളിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഒരുങ്ങുക അല്ലെ. അപ്പോൾ എന്താണ് അറഫ ഡേ നോമ്പ് തുറന്നാൽ പിന്നെന്താണ്, എല്ലാവരും പെരുന്നാളിന്റെ സന്തോഷത്തിലായി. ആ പെരുന്നാളിന്റെ ഡേക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ഡേ ഓഫ് നെഹർ. നെഹർ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ആണ്. ഓക്കെ, അതാണ് നമ്മളുടെ പെരുന്നാൾ ഡേ. ഈ ഡേയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബലി കൊടുക്കുക എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം. ബലി കൊടുക്കാൻ ഇപ്പൊ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും നിയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ദുൽഹിജ്ജ സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ നഖം മുറിക്കാനോ ഹെയർ കട്ട് ചെയ്യാനോ ഒന്നും പറ്റൂല. ഓക്കെ, അപ്പൊ ബിഫോർ ദാറ്റ് എന്നെ എന്താണ് നഖമൊക്കെ മുറിച്ച് ഹെയർ ഒക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാൻ പറയണം. ഓക്കെ, അപ്പൊ ഈ ഒരു എന്താണ് പറയാ സാക്രിഫൈസ് അല്ലെങ്കിൽ ബലി കൊടുക്കുന്നത് എപ്പോഴായിരിക്കണം? നമ്മൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട്, അതായത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ദുൽഹിജ്ജ 10 കൊടുക്കാം, ദുൽഹിജ്ജ 11 കൊടുക്കാം, അല്ലെങ്കിൽ ദുൽഹിജ്ജ 12 കൊടുക്കാം. ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഡേ ഓഫ് സാക്രിഫൈസ്, ഡേ ഓഫ് നെഹർ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് എന്നായിരിക്കും ഈ ഡേയിൽ തന്നെ കൊടുക്കുന്നതാണ്. കാരണം അതിന് ആ ഒരു എന്താണ് യോമുൻ നെഹർ എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തിനാ അത് കൊടുക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്താ ഇപ്പൊ ഒരു അനിമലിനെ സാക്രിഫൈസ് ചെയ്തിട്ട് എന്നല്ലേ, മനസ്സിലെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ കുർബാനി എന്ന് ചോദിച്ച ഒരാൾ. ഓക്കെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ സുന്നത്താണ്. എല്ലാവർക്കും അറിയില്ല ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ സ്റ്റോറി? അറിയാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇസ്മായിൽ അലൈഹി സ്വലാമിന് അള്ളാഹു എന്താണ് ഇതേപോലെ എന്താക്കണം, സാക്രിഫൈസ് ചെയ്യണം എന്ന് അള്ളാഹു കമാൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അവർ അത്രയ്ക്കും അള്ളാഹുവിന്റെ അടുത്ത് റിവാർഡ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് 2 പേരും റെഡിയായി അല്ലെ. ഇസ്മായിൽ അലൈഹി സ്വലാം പറഞ്ഞു, ഉപ്പ എന്താണ് കില്ല് ചെയ്തോ, ഞാൻ റെഡിയാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാമും എത്രയായാലും അള്ളാഹു പറഞ്ഞതല്ലേ എന്നുള്ള അള്ളാഹുവിനുള്ള ഉറപ്പായിട്ടുള്ള ആ ഒരു എന്താണ് ഈമാനോട് എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാമും റെഡി ആയി കില്ല് ചെയ്യാൻ. അങ്ങനെ കില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്താക്കി, അള്ളാഹു പറഞ്ഞു, യു ഹാവ് പാസ്ഡ്, നീ നിന്റെ ഈ ഒരു ടെസ്റ്റിൽ പാസ്സായി, സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഈ ഒരു ലാമ്പ്, അതായത് ഒരു എന്താണ് കുഞ്ഞ് ആടിനെ കൊടുത്തിട്ട് ഇതിനെ എന്താണ് സാക്രിഫൈസ് ചെയ്തോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെല്ലാവരും ഈ ഒരു ഡേയിൽ ചെയ്യുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സുന്നത്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കമാൻഡ് ചോദിച്ചു, ഓക്കെ എന്താ അപ്പൊ അങ്ങനെ ബെനിഫിറ്റ് എന്താണ് നമ്മളിപ്പോ അങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ട് എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഒരു അനിമലില്ലേ, ഈ അനിമലിന്റെ മേലൊരു ഇഷ്ടംപോലെ ഹെയർസ് ഉണ്ടാകും അല്ലെ, കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ ഉണ്ടാകും. ആ ഓരോ രോമങ്ങൾക്കും എന്ത് കിട്ടും, നമുക്ക് റിവാർഡ് കിട്ടും. സുബ്ഹാനല്ലാഹ്, എത്ര റിവാർഡ് കിട്ടുണ്ടാകും. അപ്പൊ നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഓരോ ഹെയറിനും അള്ളാഹു നിങ്ങളുടെ പാരൻസിന് റിവാർഡ് തരാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. അപ്പൊ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ഭയങ്കര എന്താണ് വൂളുള്ള ഇപ്പോൾ ഷീപ്പ് ഒക്കെ അതിന്റെ മുകളിലൊക്കെ വൂൾസ് ഉണ്ടാകും അല്ലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അതോന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈവൻ അതിനും, അതായത് ഓരോ ഫൈബർ ഓഫ് വൂളിനും നിങ്ങൾക്ക് റിവാർഡ് കിട്ടും എന്ന് പറഞ്ഞു. ഭയങ്കര റിവാർഡാണ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ, പൈസ ഇല്ലാത്തവർ ചെയ്യേണ്ട, പൈസ ഉള്ള ആളുകളൊക്കെ എന്താക്കണം, ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണം. ഓക്കെ, അള്ളാഹ്ക്ക് അതിലേറെ ഇഷ്ടമുള്ള വേറെ കാര്യമില്ല എന്നാ പറഞ്ഞത്. അതായത് കുർബാന കൊടുക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു അനിമൽ എന്താക്കുന്നറിയോ, നമ്മൾ നാളെ ജഡ്ജ്മെന്റ് ഡേയിൽ ഈ അനിമല് നമ്മുടെ അടുത്തേക്ക് എന്താണ് വിത്ത് ഹോൺസും ഹെയർസും ഹൂസും ഒക്കെ ആയിട്ട് വരും. അതൊക്കെ നമ്മളുടെ എന്താണ് വെയ് ചെയ്യുന്ന തുലാസ് ഉണ്ട്, അതിൽ വെക്കുമ്പം ഭയങ്കര റിവാർഡായിരിക്കും നമുക്ക് കിട്ടുക.
ഈവൻ എന്താണ് അള്ളാഹു എന്താണ് അതിൻ്റെ എല്ലാതും നമുക്ക് റിവാർഡാക്കി തരും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എപ്പോഴും എന്തിനാ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുമ്പം ഇതാണ് അതിൻ്റെ റിവാർഡ് അല്ലേ. ഓരോ മുടിക്കും നമുക്ക് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് റിവാർഡ് കിട്ടുകയാണ്. അതുകൊണ്ട് ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത്. ഇഫ് യു ഹാവ് ദ എബിലിറ്റി, പാരൻസിനോട് സ്പെഷ്യലി പറയാട്ടെ, ഇതാണ് അതിൻ്റെ റിവാർഡ് എന്ന്. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഇനി ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണേ. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മൾ സ്പെഷ്യലി മറ്റേ യോമുൽ അറഫയിൽ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് കോമൺലി ഈ 10 ഡേയ്സിൽ ഇപ്പൊ നമ്മൾ സ്പെഷ്യാലിറ്റിയും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. എന്തിനാ ചെയ്യുന്നത്, എന്താ അള്ളാഹു ഖുറാനിൽ പറഞ്ഞേ, എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി വാട്ട് ഷുഡ് വി ഡു ഇൻ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. അപ്പൊ മാം ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഇൻഷാല്ല നാളത്തെ ക്ലാസ്സിൽ മാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. ഇന്ന് മാം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് മാം നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഭയങ്കര ഓഫർ കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും ഓടിപ്പോന്ന് പറഞ്ഞു അല്ലെ. അപ്പം ഈ ഡേ എന്ന് പറഞ്ഞാൽ ഡേയ്സ് ഓഫ് കോംബോ ഡീലാണ്. ഭയങ്കര കോംബോ ആണ്. എന്താണ് കോംബോ? ഈ ഡേയിൽ നമുക്ക് ഈ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഡേ ആണ്. ഹജ്ജ് ചെയ്യാൻ പറ്റും അല്ലേ. നിസ്കാരം നമ്മൾ എന്തായാലും ചെയ്യും. അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചാരിറ്റി കൊടുക്കാൻ പറ്റും, നോമ്പെടുക്കാൻ പറ്റും, ഷഹാത്ത് കലിമ നമ്മൾ എപ്പോഴും ചൊല്ലാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന കോംബോ ഡേ ആണ്. കോംബോ ഡീൽ ഓഫർ ആണ് നമുക്ക് അള്ളാഹു ഈ 10 ഡേയ്സിലൂടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ എന്താക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ബെസ്റ്റ് ഡീഡ്സ് ചെയ്യാൻ ട്രൈ ചെയ്യണം അല്ലെ. ഗെറ്റ് റെഡി ടു ബി ദ ബെസ്റ്റ് ഓൺ ദ ബെസ്റ്റ് 10 ഡേയ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആകാൻ ഈ 10 ഡേയ്സ് ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ഏറ്റവും ഫസ്റ്റ് അള്ളാണ്ട് ദുആ ചെയ്യാം. യാ അല്ലാ, ഐ ആം റെഡി, ഞാൻ റെഡിയാണ്, എനിക്ക് അല്ലാഹ് ഒരുപാട് ഗുഡ് ഡീഡ്സ് തരണം, എന്റെ ബുക്കിൽ ഫുൾ ഗുഡ് ഡീഡ്സ് നീ എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് നല്ല ഗുഡ് നിയ്യത്ത് വെക്കുക. എന്താ ഫസ്റ്റ് ചെയ്യണ്ടേ? കീപ് എ ഗുഡ് നിയ്യ, ഏറ്റവും നല്ലൊരു നിയ്യത്ത് വെക്കുക. ഐ വാണ്ട് മൈ ബുക്ക് ടു ബി ഫിൽഡ് വിത്ത് ഓൾ ഗുഡ്നെസ് അല്ലെ. സി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത മക്കളെ, ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഐ ആം റെഡി യാ അള്ളാ, ഞാൻ റെഡിയാണ്, എന്റെ ബുക്കിൽ നീ ഫുൾ ഗുഡ് ഡീഡ്സ് അള്ളാ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഐ വിൽ ഡു ദിസ്, ഞാൻ ഇത്ര എന്താണ് നോമ്പെടുക്കും, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഇത്ര റിസൈറ്റ് ആക്കും, അതല്ലെങ്കിൽ ഞാൻ ഇത്ര എമൗണ്ട് ചാരിറ്റി കൊടുക്കും. ഇതൊക്കെ നിങ്ങൾ എന്താക്കുക, ഗോൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എങ്ങനെയൊക്കെയാന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എനിക്കിതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, സോ ഐ വിൽ ട്രൈ ടു ഡു ദിസ് ഓൾ തിങ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. സെറ്റ് എ ഗോൾ. ഗോൾ ഉണ്ടാക്കി അവിടെ ഇരുന്നാൽ മതിയോ? നോ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അല്ലാണ്ട് ദുആ ചെയ്യാ, യാ അല്ലാ എനിക്ക് എളുപ്പമാക്കി തരണേ, എനിക്കിതൊക്കെ ചെയ്യണേ, പക്ഷേ നീ എന്നെ ഹെൽപ്പ് ചെയ്യണേ. കാരണം അള്ളാഹു ഹെൽപ്പ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ലെ. അപ്പൊ അള്ളാണ്ട് ദുആ ചെയ്യാ, യാ അല്ലാ ഹെൽപ്പ് ആക്കി താ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ്. സെക്കൻഡ്, എന്നിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്താക്കുക, നമ്മളിപ്പോ ഓക്കെ ഞാൻ ഇതൊക്കെ ചെയ്യും 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 പറഞ്ഞ് ഇരിക്കല്ല ചെയ്യാം അല്ലെ. പിന്നെ എന്ത് ചെയ്യണം? മേക്ക് എ പ്ലാൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഈ ഡേയിൽ ഞാൻ ചെയ്യാം, അതിങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, എന്താണ് ഇന്ന ടൈമിൽ ഇത്ര ഖുറാൻ ഞാൻ റിസൈറ്റ് ആക്കും, രാവിലെ എന്താണ് സുബി കഴിഞ്ഞിട്ട് ഞാൻ റിസൈറ്റ് ആക്കും, അല്ലെങ്കിൽ ദുഹർ കഴിഞ്ഞിട്ട് ഞാൻ റിസൈറ്റ് ആക്കും. അങ്ങനെ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് പ്ലാൻ ക്രിയേറ്റ് ആക്കി ഇൻഷാല്ലാ മാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡോണ്ട് വറി, എങ്ങനെയാന്നുള്ള അറിയാത്തവർക്ക്. എന്നിട്ട് പ്ലാൻ ആക്കിയിട്ട് അങ്ങനെ ഇരുന്നാൽ റെഡിയാവോ? നമ്മള് വീടുണ്ടാക്കാൻ വേണ്ടിട്ട് പ്ലാൻ വരച്ചു വെച്ചു, വീടുണ്ടാക്കാണ്ട് എന്നാലും വീടെത്തുവോ? ഉണ്ടാവോ? ഇല്ല അല്ലെ. നമ്മൾ എന്താക്കണം? ടേക്ക് ആക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള പ്ലാൻസ് ഒക്കെ ആ ഡേ ആകുമ്പോഴേക്കും ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഖുറാൻ റിസൈറ്റ് ആക്കണം, എനിക്ക് ഖുറാൻ എന്താണ് ഇത്ര ജുസ് കംപ്ലീറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ച എല്ലാവരും എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ റെസിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്ക് ആ ഡേയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ആക്ഷൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഡോൺ ലൂസ് ഫോക്കസ്. ഓക്കെ, ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല, ഓ ഇന്ന് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും എനിക്ക് ഫസ്റ്റ് ഡേ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഷെയ്ത്താന്റെ ഭയങ്കര വലിയ ട്രിക്കാണിത്. ഓക്കെ, എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇനി ചെയ്യണ്ട, അങ്ങനെ പറയും. അപ്പൊ നമ്മൾ എന്താക്കണം? ഡോൺ ലൂസ് അവർ ഫോക്കസ്. നമ്മൾ മാക്സിമം എന്താക്കുക, നമ്മൾ കുറെ ചെയ്തോണ്ടേയിരിക്കുക. ഫോക്കസ് പോയാലും വീണ്ടും ചെയ്യാ. ഓക്കെ, ഫൈനലി ഹിറ്റ് ടാർഗറ്റ്. അങ്ങനെ നമ്മൾ എന്താക്കും, ഇതൊക്കെ ചെയ്ത് 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 അവസാനം നമ്മൾ പറഞ്ഞിട്ടുള്ള ഗോൾസിലെ ആ ഗോൾസിന്റെ ടാർഗറ്റിലേക്ക് എത്തും. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും?
ഉം. ഇത്രയും കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ ഐ വിൽ ഡു ഇൻ ദീസ് 10 ഡേയ്സ്. അള്ളാഹിന്റെ അടുത്ത് ഇപ്പൊ തന്നെ ദുആ ചെയ്യട്ടോ. അള്ളാഹു എളുപ്പാക്കി തന്നെ ദുആ ചെയ്യാം. പ്ലാൻ ചെയ്യാം, ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യാം. ആൻഡ് സ്റ്റാർട്ട് ആക്ഷൻ, ഇപ്പൊ തന്നെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. മെല്ലെ മെല്ലെ ചെയ്യാം. ഇൻഷാ അള്ളാ കുറച്ച് ഡേയ്സും കൂടെ ഉള്ളൂ. കുറച്ച് ഡേയ്സ് ആയാൽ നമ്മൾ ആ ഡേയ്സിലേക്ക് എത്തും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ പ്ലാൻ, നാളത്തോടു കൂടി മാം എന്തൊക്കെയാ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞുതരും. അതും കൂടെ കഴിഞ്ഞാൽ എന്താക്കണം, യു ഷുഡ് സ്റ്റാർട്ട് ആക്ഷൻ. ആക്ഷൻ ചെയ്യാം. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇനി മാം ക്വിസും കൂടെ ചെയ്തിട്ടില്ല, ജസ്റ്റ് 4 or 5 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ ഇൻഷാല്ലാ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും റെഡി അല്ലേ? ഓക്കെ, യെസ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഇസ് ദ ബെസ്റ്റ് ഡേ ഓഫ് ദ ഇയർ? വിച്ച് ഡേ ആണ് കേട്ടോ, ഡേയ്സ് അല്ല. വിച്ച് ഡേ ഇസ് ദ ബെസ്റ്റ് ഡേ ഓഫ് ഇയർ? ഏത് ഡേ ആണ് ബെസ്റ്റ് ഡേ? ഈ 10 ഡേയ്സിൽ ഒരു ബെസ്റ്റ് ഡേ ഉണ്ട്. ബെസ്റ്റ് ഡേ? യാ, യോമുൽ അറഫ. മാഷാ, വെരി ഗുഡ്. എല്ലാരും എഴുതി വെച്ചോ, യോമുൽ അറഫ ഇസ് ദ ബെസ്റ്റ് ഡേ. അപ്പൊ ആ ഡേയില് എല്ലാവരും എന്തൊക്കെയാ കാര്യങ്ങൾ 5 പോയിന്റ്സ് മനസ്സിൽ കൊണ്ടുവരാം കേട്ടോ. നോമ്പും ദുആകളും ദിക്റുകളും അതുപോലെ തന്നെ ഫോർഗീവ്നെസ്സും ഖുർബാനും ഒക്കെ മനസ്സിൽ കൊണ്ടുവരാം. 5 ഡീഡ്സ് ഓൺ ദാറ്റ് ഡേ അല്ലെ. അപ്പൊ യോമുൽ അറഫയാണ് ഏറ്റവും ബെസ്റ്റ് ഡേ ഓഫ് ദ ഇയർ. സി, ഒരു വർഷം 365 ഡേയ്സ് ഉണ്ട്. അതിലെ ഏറ്റവും ബെസ്റ്റ് ഡേ ഏതാണ്? യൗമുൽ അറഫ. സുബ്ഹാനല്ലാഹ്. ഇനി നെക്സ്റ്റ്, ഫാസ്റ്റിംഗ് ഓൺ വിച്ച് ഡേ ഇറൈസസ് 2 years sin? ഏത് ദിവസം നമ്മൾ നോമ്പെടുത്താലാണ് ദുൽഹജ്ജ് ഏത് ഡേ ആണ്? 1 2 3 4 5 6 7 8 9 ഏതാണ്? മാഷാ അല്ലാഹ്, ദുൽഹജ്ജ് 9th നമ്മൾ നോമ്പെടുത്താണ്. അത് അഗൈൻ അറഫ ഡേ ആണ് അല്ലെ. അപ്പൊ അറഫ ഡേയില് നമ്മൾ നോമ്പെടുത്താല് അള്ളാഹു എന്താക്കും, നമ്മളെ 2 yearsന്റെ സിൻസ് ഫർഗീവ് ചെയ്യും. മാഷാ അല്ലാഹ്. പിന്നെ, ഈസ് ഫാസ്റ്റിംഗ് കമ്പൽസറി ഓൺ ദ 10 days ഓഫ് ദുൽഹിജ്ജ? നിർബന്ധാണോ നോമ്പെടുക്കല്? ആണോ? നോ, കമ്പൽസറി അല്ല. നമുക്ക് വേണമെങ്കിൽ നോമ്പെടുക്കാം, വേണമെങ്കിൽ നോമ്പെടുക്കണ്ട. സുന്നത്താണ്. പക്ഷെ ഭയങ്കര റിവാർഡിംഗ് ആണ്. അള്ളാഹുന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ്. അപ്പൊ നമ്മൾ മാക്സിമം നോമ്പെടുക്കാൻ നോക്കാം. ഓക്കെ. പിന്നെ, വിച്ച് സൂറ സേസ് അബൌട്ട് ദ ഫസ്റ്റ് 10 days ഓഫ് ദുൽഹിജ്ജ? ഏത് സൂറയാ പറയുന്നത്? യാ, സൂറ അൽ ഫജ്ർ. അൽ ഫജ്ർ ബക്കറയിൽ പറയുന്നുണ്ട്, പക്ഷെ മെൻഷൻ ചെയ്യുന്നത് സ്പെഷ്യലി ഇതിലാണ് കേട്ടോ. ബക്കറയിലും പറയുന്നുണ്ട് കേട്ടോ. അൽ ഹജ്ജ് അഷ്ഹുറു മാലൂമാത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ, ഓൺ വിച്ച് ഡേ ഓഫ് ദുൽഹിജ്ജ ഈസ് അറഫ ഡേ? ഏത് ഡേ ആണ്? ഒക്കെ തന്നെയാണ് മാം. ജസ്റ്റ് നിങ്ങള് കൂടെ ഒന്ന് ആ ഡേയിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറെ അങ്ങോട്ട് തിരിച്ചു മറിച്ചും ചോദിച്ചത് കേട്ടോ. ഏത് ഡേയിലാണ്? 9th ഓഫ് ദുൽഹിജ്ജ. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ അതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ, ഇല്ലല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? നോമ്പെടുക്കുന്നത് നിർബന്ധമാണോ എന്നുള്ളതാണോ? സൂറ. ഓക്കെ, വിച്ച് സൂറ സേസ് അബൌട്ട് ദ ഫസ്റ്റ് 10 days ഓഫ് ദുൽഹിജ്ജ? ഏതാണ്? സൂറ അൽ ഫജ്ർ അല്ലെ. അൽ ഫജ്റിലാണ് വൽ ഫജ്ർ ലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത്. പ്ലസ് സൂറത്തുൽ ബഖറയിലും അള്ളാഹു ഹജ്ജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഡേയ്സ് സൂറത്തുൽ ഫജ്റില് അള്ളാഹു ഈ ഡേന് ലയാലിൻ അശ്ർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ഹജ്ജിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ മാം വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ.